ബ്രഹ്മാവിൻ്റെ കൊച്ചുമകനാണ് കലി. ക്രോധയുടെ അതായത് കോപത്തിൻ്റെ പിന്നീട് പത്നിയായി മാറിയ സഹോദരി ഹിംസ അതായത് അക്രമത്തിൻ്റെ മകനാണ് കലി. അവൻ ദമ്പ അതായത് പൊങ്ങച്ചത്തിൻ്റെയും സഹോദരി മായ അതായത് മിഥ്യാധാരണയുടെയും ചെറുമകനാണ്. അധർമ്മൻ അതായത് അനുചിതത്വത്തിൻ്റെയും പത്നി മിഥ്യ അതായത് അസത്യത്തിൻ്റെയും കൊച്ചുമകനാണ്. അധർമ്മൻ യഥാർത്ഥത്തിൽ ബ്രഹ്മാവിൻ്റെ മുതുകിൽ നിന്ന് ഒരു മലിന പദാർത്ഥം അതായത് വളരെ ഇരുണ്ടതും മാരകവുമായ പാപവസ്തുവായി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ ഇരുണ്ട പാപവസ്തുവിൻ്റെ അധർമ്മത്തിലേക്കുള്ള വളർച്ച കലിയുഗത്തിൻ്റെ വളർച്ചയെയും അതിൻ്റെ മ്ലേച്ഛമായ ശാഖകളെയും അറിയിക്കുന്നു. എന്നാൽ വിഷ്ണു പുരാണത്തിൽ കലിയുടെ കുടുംബ പരമ്പരയെ വ്യത്യസ്തമായിട്ടാണ് പരാമർശിക്കുന്നത്. അധർമ്മൻ്റെ ഭാര്യ ഇവിടെ ഹിംസ അഥവാ അക്രമയായിരുന്നു. അവർക്ക് കലിയെ കൂടാതെ അൻരിതൻ അഥവാ അസത്യം എന്നൊരു മകനും നികൃതി അഥവാ അധാർമികത എന്നൊരു മകളും ജനിച്ചു. അവർ തമ്മിൽ മിശ്രവിവാഹം കഴിച്ചു. അവർക്ക് ഭയൻ അഥവാ ഭയം, നരകൻ അഥവാ നരകം എന്നീ 2 ആൺമക്കളുണ്ടായി. അവർക്ക് ജനിച്ച ഇരട്ട കുട്ടികളായ മായ അഥവാ വഞ്ചന, വേദന അഥവാ ദുഃഖം അവരുടെ ഇണകളുമായി. മരണം അഥവാ മൃത്യു ഭയത്തിൻ്റെയും മായയുടെയും പുത്രൻ ജീവജാലങ്ങളെ നശിപ്പിക്കുന്നവനായിരുന്നു. വ്യാധി അഥവാ രോഗം, ജര അഥവാ ക്ഷയം, ശോക അഥവാ ദുഃഖം, തൃഷ്ണ അഥവാ അത്യാഗ്രഹം, ക്രോധ അഥവാ ക്രോധം എന്നിവരാണ് മൃത്യുവിൻ്റെ മക്കൾ. ഇവരെയെല്ലാം ദുരിതങ്ങൾ വരുത്തി വയ്ക്കുന്നവർ എന്ന് വിലയിരുത്തുന്നു. അവർ വിഷ്ണുവിൻ്റെ ഭീകര രൂപങ്ങളാണ്. ഈ ലോകത്തിൻ്റെ നാശത്തിൻ്റെ കാരണങ്ങളായി ശാശ്വതമായി പ്രവർത്തിക്കുന്നു. നേരെ മറിച്ച് ദക്ഷനും മറ്റു ഋഷിമാരും മനുഷ്യരാശിയുടെ മൂപ്പന്മാരും അതിൻ്റെ നവീകരണത്തെ നിരന്തരം സ്വാധീനിക്കുന്നു.